ഹലോ ഫ്രണ്ട്സ്, നൗഫലാണ്. നമുക്കിന്നൊരു തമിഴ് കല്യാണം കണ്ടാലോ? അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ക്ഷണം കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കൂടാം എന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ വന്നപ്പോഴത്തേന് നമുക്ക് കുറേ തട്ടുകളിങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കാണാൻ പറ്റി. അപ്പോൾ അതിനകത്ത് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ തേങ്ങയുണ്ട്, പൈനാപ്പിള്, പിന്നെ വെറ്റ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് താമ്പൂലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ താമ്പൂലം എന്ന് പറയുന്നത് ചെറുക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവന്നിട്ട് അത് പെണ്ണിന് കൈമാറുന്നൊരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഫോട്ടോഗ്രാഫേഴ്സ് പല പോസുകളും പറഞ്ഞ് അവരെ നല്ല രീതിക്ക് വെറുപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയുന്നത്, അത്രയ്ക്ക് ഓവറായിട്ടുള്ളൊരു ഇത് നമുക്ക് തോന്നിയില്ല. ജസ്റ്റ് അവർ എല്ലാവരെയും ഒക്കെ കറക്റ്റ് ഒരു പോസ് ചെയ്യുക എന്നുള്ള ആ ഒരു പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പൂവിൻ്റെ കളിയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തമിഴ്നാടും കർണാടകയും എല്ലാം പൂവിൻ്റെ ഒരു കളികളാണുള്ളത്. ഇതൊരു മുസ്ലിം കല്യാണമായിരുന്നു കേട്ടോ. അപ്പം പെട്ടെന്ന് കല്യാണവും കഴിഞ്ഞു. വലിയ ചടങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോ സെഷനായി. ഈ ഫോട്ടോ സെഷൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കണ്ടുവരാറുള്ള മറ്റേ ആ പടക്കം പൊട്ടിക്കുന്ന ആ ഒരു ചടങ്ങ് സംഭവം അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ എടുക്കാൻ പറ്റിയില്ല. നമുക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഫുഡ് അടിയിലോട്ട് കയറി. അപ്പം അവിടെ വന്നപ്പോഴത്തേന് നല്ല അടിപൊളി വാഴയിലയിലുള്ള കുഷ്ക, തമിഴ്നാട് സ്റ്റൈലിൽ കുഷ്ക, എന്തുപോലെ അവരുടെ സെർവിങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചോറ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സലാഡ്, കേസരി, കുഷ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മട്ടനായിരുന്നു കേട്ടോ. മട്ടൻ കുഷ്ക നല്ല സൂപ്പറായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പാറിൻ്റെ പരിപാടിയാണ്. ഇവർ ഈ സാമ്പാർ കൊണ്ടുവന്നതിനകത്ത് ഒഴിച്ച് എന്തിനാണെന്ന് മാത്രം എനിക്കറിയത്തില്ല. പിന്നെ എല്ലാവർക്കും ഓരോ ചിക്കൻ പീസും കാര്യങ്ങളും കൊടുത്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഈ ഒരു ചടങ്ങ്, ഇത് പൈസ കൊടുക്കുന്നവർക്ക് നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ.